ഹലോ അസ്സാം വലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെരുന്നാളിൽ വരുന്നല്ലേ, അപ്പോൾ നമുക്കില്ലേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ കുറച്ച് പുഡിങ് റെസിപ്പീസ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് വന്നിനെ. കുറേ ദിവസമായി ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കാണിക്കണമെന്ന് വിചാരിക്കുന്നത്. കുറേ ആൾ പറഞ്ഞു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കുമോ, ഒന്ന് കാണിക്കുമോ, നീ ഓർഡർ എടുക്കുന്നതിൻ്റെ അതെല്ലാം കാണിക്കുമോ എന്നല്ല ചോദിച്ചിട്ട്. ആ ഓർഡർ എടുക്കുമ്പോൾ നമുക്കില്ല തിരക്കായിട്ടൊന്നും കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇന്ന് ഓർഡർ ഒന്നും ഇല്ലാതെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ പുഡിങ് റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നോക്കാവേ എന്തെല്ലാം ഒന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. കാഷ്യൂ ഗ്രേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ബദാം ഗ്രേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ ഇതെന്താ പറയുക, പിന്നെ പപ്പായയും ക്യാരറ്റും വേവിച്ചിട്ട് വെച്ചതാണ്. പിന്നെ ഉള്ളത് മാങ്ങയില്ലേ, മാങ്ങ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഫ്രൈ പാനിലൊന്ന് വേവിച്ചിട്ട് വെച്ചത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കുറച്ച് കളർ ചേഞ്ച് ആയിപ്പോയി. അങ്ങനെ പത്ത മാങ്ങ നല്ല മധുരമുള്ള. പിന്നെ കുറച്ച് ഫിയോന ക്രീം, അതല്ലെങ്കിൽ ഫ്രഷ് ക്രീം എന്ത് വേണം കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഫിയോന ഉള്ളതുകൊണ്ട് ഫിയോന എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് നമ്മൾ സൈഡെല്ലാം കട്ടാക്കിയിട്ട് എടുത്ത ബ്രെഡും വേണം. പിന്നെ ഒരു ജാർ എടുക്കുക, പിന്നെ മിൽക്ക് മെയ്ഡ്, പാല്, അതെല്ലാം സംഭവം. ഇതെല്ലാം ഇല്ലേ ഈ പുഡിങ് സംഭവങ്ങൾ നമ്മൾ ഐഡിയാസിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതാ ഞാനൊരു ജാറിലേക്കില്ലേ ഈ വേവിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫ്രൈ പാനിൽ പഞ്ചസാര ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി പോലെ എടുത്തിട്ടെടുത്താൽ മാംഗോനെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മിൽക്ക് മെയ്ഡും കൂട്ടി കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡല്ലേ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടാം. മിൽക്ക് മെയ്ഡെല്ലാം നല്ലോണം കൂട്ടിയെങ്കിൽ ടേസ്റ്റ് നല്ല ഭാഗം കൂടും, അത്ര തന്നെ. മിൽക്ക് മെയ്ഡ് ഇല്ലാണ്ടാക്കിയെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഡെസേർട്ട് ഐറ്റംസിനെല്ലാം അങ്ങനെ മിൽക്ക് മെയ്ഡ്, ചോക്ലേറ്റ്, നട്ട്സ് ഐറ്റംസ് അതെല്ലാം കൂടുതലിട്ടാൽ അല്ലേ നല്ല ടേസ്റ്റാണ്. അതന്നെ ശ്രദ്ധിച്ചെങ്കിൽ. അപ്പോൾ അതാ ഫ്രഷ് ക്രീം വേണമെങ്കിലും ഇടാം, ഫിയോന ക്രീം വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഫിയോനാണ് എടുത്തിന്. ആവശ്യത്തിനുള്ള പാല്, ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് എല്ലാം ഒന്ന് മിക്സിയിൽ ഒന്ന് നല്ല വാങ്ങൽ അടിച്ചിട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ കയ്യിൽ തന്നെ മിക്സ് ആക്കിയാലും മതി. ഞാൻ ഈ മാംഗോയിൽ നല്ല വാങ്ങലൊരു കളർ ചേഞ്ച് ആയിട്ട് മിക്സിക്ക് തന്നെ ഇട്ടിട്ട് കൊടുത്തിന്. ഇതെല്ലാം തന്നെ നമുക്കില്ലേ നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ബ്രെഡ് വെക്കാം, അതല്ലെങ്കിൽ ബിസ്ക്കറ്റ് വെക്കാം, അതല്ലെങ്കിൽ സ്പോഞ്ചില്ലേ മറ്റേ കേക്കിൻ്റെ സ്പഞ്ചില്ലേ, വൈറ്റ്, ചോക്ലേറ്റ്, ഡാർക്ക്, ഏത് സ്പഞ്ച് വേണം അതെല്ലാം നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് അരിച്ച് കൊടുത്തത് എളുപ്പത്തിലാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർക്കെല്ലാം കുറേ ബുദ്ധിമുട്ടായിട്ട് പണിയെടുക്കാനും കുറേ നേരം കിച്ചണിൽ എനിക്ക് ബെനക്കാനൊന്നും ആർക്കും ടൈമില്ല അല്ലേ. അതുകൊണ്ട് തന്നെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും പെരുന്നാക്കെല്ലാം ട്രൈ ആക്കി നോക്കുക. അപ്പോൾ അതാ അതിനും വേണ്ടിയിട്ട് ഞാൻ ട്രൈ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്രെഡെല്ലാം കട്ടാക്കി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ടില്ല, ബ്രെഡിനെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കത്തി കണ്ടിട്ടേ, ഈ കത്തീൻ്റെ ലിങ്ക് വേണ്ടിയവരില്ല, ഞാൻ ഈ ഇൻസ്റ്റായിൽ ഷോർട്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. വേണ്ടിയവർ ഇത് പോയിട്ട് നോക്കാവേ, നല്ല യൂസാണ്, നല്ല അടിപൊളി കത്തിയാണ്. അപ്പോൾ അതാ ഇത് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ നിങ്ങൾ ബ്രെഡിലേക്ക് ഈ സോസ് കൂട്ടുമ്പോഴൊക്കെ ഓവർ കട്ടിയാക്കണ്ട, കുറച്ച് വെള്ളം തന്നെ ആയിക്കോ. എന്നില്ലെങ്കിൽ ഞാൻ ഉള്ളിലേക്ക് വെള്ളമായിട്ടുള്ളതൊന്നും കൊടുക്കുന്നില്ലല്ലോ ബ്രെഡിന്, വേറെ എക്സ്ട്രാ സോസൊന്നും. അപ്പോൾ ഇത് തന്നെ കൊടുക്കാം, കുറച്ച് വെള്ളമാക്കി അങ്ങനെ നല്ല ടേസ്റ്റാണ്. ഓക്കെ, ആ ബ്രെഡെല്ലാം ഇങ്ങനെ ആ സോസെല്ലാം കുടിച്ചിട്ട് അതിനിങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, കട്ടിയാക്കണ്ട. ഓക്കെ, അതിലേക്ക് ലാസ്റ്റ് ഞാൻ ഫൈനലി കാഷ്യൂ കുറച്ചിട്ട് ബദാമെല്ലാം ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ച്. അപ്പോൾ ഒന്നാമത്തെ പുഡിങ് റെഡി. ഇനി നമുക്ക് രണ്ടാമത്തെ പുഡിങ് റെഡിയാക്കാം. അതിനും വേണ്ടിയിട്ട് ഞാനിതാ ക്യാരറ്റും പപ്പായ മിക്സാക്കിയ സംഭവമില്ലേ അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഫ്രഷ് ക്രീം, നിങ്ങൾക്ക് ഇത് ഫിയോന, നിങ്ങളില്ലെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കാം. ഓക്കെ, അത് ഇട്ടതിന് ശേഷം മിൽക്ക് മെയ്ഡ് കൂട്ടി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ പഞ്ചസാര ഇടുന്നില്ല, മിൽക്ക് മെയ്ഡിനെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിന്. അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂട്ടി കൊടുത്തിട്ട് നല്ല ഭാഗമല്ല മിക്സിയിലടിക്കുക. ഇതേപോലെ ബ്രെഡ് വെക്കുക, ബ്രെഡിലേക്ക് കൂട്ടുക, ഡെക്കറേഷൻ ആക്കുക, അങ്ങനെ ആക്കിയിട്ട് എടുക്കുക. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നതുമാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഈ എണ്ണയില്ല നിങ്ങൾക്ക് പൈനാപ്പിൾ വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെ അറിയോ, പൈനാപ്പിൾ കട്ടാക്കുക, പൈനാപ്പിൾ നല്ല പാങ്ങിൽ വേവിച്ചെടുക്കുക, എന്നിട്ട് ഇങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് സെയിം ഇതുപോലെ തന്നെ ബ്രെഡ് വെച്ചിട്ട് മുകളിലേക്ക് കൂട്ടി കൊടുക്കുക. അതല്ലെങ്കിൽ ചിക്ക് വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ഇപ്പം നമ്മൾ ഐഡിയ അനുസരിച്ചിട്ടില്ല, അതെല്ലാം ഇങ്ങനെ നമുക്ക് മാറ്റിയിട്ട് ഓരോന്നോരോന്ന് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ അവക്കാഡോ ഇല്ലേ, അവക്കാഡോ പുഡിങ് വരെ ഉണ്ടാക്കാൻ കഴിയും. അവക്കാഡോയിൽ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ടോസ്റ്റ് ഇങ്ങനെ അതിൽ റിമൂവ് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ പാനിൽ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. എന്തെങ്കിലും ജസ്റ്റ് കയ്പ വരുന്നതിന് വെറും പപ്പായ ആക്കിയിട്ട് എടുക്കാം, വെറും ക്യാരറ്റ് ആക്കിയിട്ട് എടുക്കാം, എന്നിന് ബീട്രൂട്ട് വരെ നമുക്ക് ഇങ്ങനെ പുഡിങ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ സൂഫ്ലന്നെ അങ്ങനെ, സൂഫ്ലന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ട്. സൂഫ്ല അങ്ങനെ നമ്മൾ ഐഡിയക്ക് അനുസരിച്ചിട്ട് എല്ലാ സൂഫ്ലയും ഉണ്ടാക്കാം. മാംഗോ, പപ്പായ, അല്ലെങ്കിൽ പൊണ്ടം,
പൈനാപ്പിള്, ചിക്കു അതെല്ലാം സൂഫിലും ഇങ്ങനെ ഉണ്ടാക്കുക. ഇതേപോലെ പൊണ്ടത്തിൻ്റെതും ഉണ്ടാക്കുക. പൊണ്ടത്തിൻ്റെ ഭയങ്കര ടേസ്റ്റാണ് ഈ ഈ ടൈപ്പിലുണ്ടാക്കിയെങ്കിൽ. ഈ മാംഗോക്ക് പകരം പൊണ്ടൂടാം, ബാക്കിയെല്ലാം പാല്, മിൽക്ക് മേഡ് അതെല്ലാം ഇട്ടെടുക്കണം എല്ലാത്തിനും. അങ്ങനെ അപ്പോൾ രണ്ടാമത്തെ പുഡിങ്ങും റെഡിയായി. ഇപ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് ആ ബ്രെഡെല്ലാം നല്ല പാങ്ങല കുടിച്ചിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ പുഡിങ് റെഡിയാക്കാം. അതിന് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത് എന്തില്ലെങ്കിൽ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ കുറച്ച് പാലെടുത്തിട്ടുണ്ട്, അതിലേക്കൊക്കെ ഒരു ഇത്തിരി മിൽക്ക് മേഡും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര ഞാൻ ഇട്ടിനാ, പാലില്ലാന്ന് തോന്നുന്നു, ഞാൻ മിൽക്ക് മേഡ് തന്നെ ഇട്ടുന്നത്. മധുരം ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് പഞ്ചസാര ഇട്ടവ. അതെന്നിട്ട് തിളപ്പിച്ചിട്ടായതിന് ശേഷം അവിടെ തിളക്കുമ്പോൾ ഒരു 2 സ്പൂണില്ലേ കസ്റ്റർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇടുക. ഒരു ഇത്തിരി പാൽ ഒഴിച്ച് കൊടുക്കുക, നല്ല പാല് മിക്സാക്കി കൊടുക്കുക. ഈ തിളച്ചതിന് ശേഷം ഇല്ലേ നമ്മൾ ആ പാലിലെ മിക്സിലേക്ക് കൂട്ടി കൊടുക്കുക. അത് കൂട്ടുമ്പോൾ തന്നെ നല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. തിളപ്പിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ചൂടൊന്നും അറിയാൻ ശേഷം ഇല്ലേ നമുക്ക് ഇതും അങ്ങനെ ബ്രെഡ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. ബ്രെഡ് ഏത് മോഡലിൽ വേണം കട്ട് ചെയ്യാം. ഇതിൽ തന്നെ ഇല്ലേ ഇപ്പം നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഈ ബ്രെഡിനൊന്ന് പാനിലൊന്ന് അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സോസ് റെഡിയാക്കുന്നത് പാൽപ്പൊടി, കാഷ്യൂ, ബദാം, കുറച്ച് പാലും കൂട്ടിയിട്ടില്ലേ ഒരു ഇങ്ങനെ തിക്ക് പേസ്റ്റ് ആക്കണം. എന്നിട്ട് ഈ 2 ബ്രെഡ് ഒന്ന് ഒട്ടിക്കണം. ഒട്ടിച്ചിട്ടായിട്ട് പാനിൽ ചൂടാക്കണം എന്ന് പറഞ്ഞിട്ട് ചൂടാക്കിയിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ചൂടാക്കിയതൊന്നുമല്ല, സാധാ ബ്രെഡാണ്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പെരുന്നാക്കല്ലേ പെരുന്നാക്കല്ലേ നമുക്ക് കുറേ പണിയുണ്ട്. അതിൽ പെണ്ണുങ്ങൾക്ക് പണിയെടുത്തിട്ട് കുറേ ബെനക്കുമ്പോൾ കുറേ നേരം കിച്ചണിലൊക്കെ ഒരു എന്തോ പോലാന്നില്ലേ. അപ്പോൾ അതിനെ വേണ്ടിയിട്ടല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന 2-3 റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത്. അപ്പോൾ മസാല ഇപ്പം ഞാൻ നോക്കിയാൽ എത്ര പെട്ടെന്ന് 3 പുഡിങ് റെഡിയാക്കിയാൽ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ റെഡിയാക്കാൻ കഴിയും. അപ്പോൾ അതെല്ലാം അതിന് ശേഷം ഞാൻ ബദാമ, കാഷ്യൂ, പിസ്ത നമ്മളെ കയ്യിൽ എന്തുണ്ട് അത് വെച്ചിട്ട് ഡെക്കറേഷനെല്ലാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ സാധനം വെച്ചിട്ട് തന്നെ ഏതെല്ലാം തരത്തിൽ ഡെക്കറേഷൻ ആക്കാൻ പറ്റും. ഇതിപ്പോൾ നോക്കുമ്പോൾ എന്ത് സംഭവം അറിയാം, യെല്ലോ കളർ തന്നെ പോയി. അപ്പോൾ ഞാൻ എന്താക്കുന്നത് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചേഞ്ച് ആക്കുന്നവ. അതിനും വേണ്ടി ഇതാ മാംഗോ ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുത്തിട്ടായിട്ടില്ല. ഇപ്പം ഞാൻ 2 പുഡിങ്ങിൻ്റെയും ബാക്കിയുള്ള കുറച്ച് ബാറ്റർ ഉണ്ട്, അതിന് ഞാൻ എന്തൊക്കെ വേറൊരു പുഡിങ് ട്രൈയൊക്കെ കൂട്ടിയിട്ടില്ലേ 2 ഇനിയും മിക്സ് ആക്കിയിട്ട് എടുത്ത് അതും നല്ല ടേസ്റ്റാണ്. അടിയിൽ ബ്രെഡ് വെച്ചിട്ട് സോസും മുള്ളക്കെല്ലാം കൂടി ഇതാന്ന് പറഞ്ഞത് സംഭവം. ഇതിൽ മാംഗോ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പപ്പായ ഉണ്ട്, നമ്മളെ കസ്റ്റർഡ് മിക്സും ഉണ്ട്, എല്ലാം ഉണ്ട്, 3 ഉണ്ട് സംഭവം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ മാംഗോനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ടാക്കി കൊടുത്തിന്. എന്നിട്ട് മുകളിലേക്ക് ഫുൾ ഇട്ടതിന് ശേഷം ഇല്ലേ നമുക്കൊരു ഡെക്കറേഷൻ ഒന്നും മാറ്റണ്ടേ, എല്ലാം ഒരേപോലെ ആകുമ്പോൾ ഒരു മജയില്ലല്ലോ. അതിനും വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് അങ്ങനെ മാംഗോ എല്ലാം ചെറിയ ക്യൂബാക്കി. ഇത് ഭയങ്കര ഒത്തിരി അങ്ങോട്ട് എത്തിന്, ഇത്ര പൊക്കാതെടുത്തെങ്കിൽ നല്ല ഇങ്ങനെ ക്യൂബായിട്ട് കിട്ടും നല്ല ചേൽക്ക്. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എന്താ അറിയാമോ മല്ലിച്ചപ്പ് വെച്ചിട്ട് ഡെക്കറേഷൻ ആക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നൊന്നും തന്നെ ഇല്ലേ ഒന്ന് ഡെക്കറേഷൻ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുനാഫാൻ്റെ ഡോ ഇല്ല, അതിന് ഞാൻ ഓവനിലല്ല എന്തിലിപ്പോൾ ഞാൻ വെച്ച എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ഡെക്കറേഷൻ ചെയ്യാം, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്താ മാംഗോ എടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈഡിലേക്ക് മല്ലിച്ചപ്പ് ജസ്റ്റ് ഇങ്ങനെ ഇതിന് മാത്രം ഒരു ഷോക്ക് മാത്രം. ഞാൻ ഇത് ടേസ്റ്റ് കൂട്ടുന്നോ കുറയ്ക്കുന്നൊന്നും സംഭവമല്ല, കാണാനൊരു ലുക്കിന് അത്ര തന്നെ. മല്ലിച്ചപ്പതാ എല്ലാത്തിലും ഒരു ഇത്തിരി സൈഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ അനാറും ഉണ്ടെങ്കിലും അനാർ ഓരോന്ന് ഇട്ട് കൊടുത്താൽ അതും നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ പിസ്തയില്ലേ പൊടിച്ചത്, പിസ്ത പൊടിച്ചിട്ട് സൈഡ് ഇട്ട് കൊടുത്തു, അതും അടിപൊളി ഡെക്കറേഷനാണ് കാണാൻ. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തന്നെ ഒന്ന് ചേഞ്ച് ആക്കാം. സംഭവം ഇതെന്താ പറയുക, മാംഗോ, പപ്പായ, പിന്നെന്ത് കസ്റ്റർഡ് പൗഡർ ഇതെല്ലാം ഒരേ സെയിം കളറല്ല, അതുകൊണ്ട് എല്ലാം കളറായിന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ കുനാഫാൻ്റെ ഡോ ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ വെച്ചിട്ടുണ്ടായിന്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇതിൻ്റെ സൈഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. ഈ സോസിൻ്റെ കൂടെ ഇല്ലേ ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ കഴിക്കാൻ. അപ്പോൾ സൈഡൊന്ന് വെച്ച് കൊടുത്തിന് ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് ബദാം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഡെക്കറേഷനല്ല നമ്മളെ ഇഷ്ടം, ഓരോരാൾക്ക് ഭയങ്കരത്തിൽ അറിയുന്നൊരു വീഡിയോയിലുള്ള നമ്മൾ കാണുന്നില്ലേ ഭയങ്കരത്തിൽ ഡെക്കറേഷനല്ല, അങ്ങനത്തെ വലിയൊരു ഡെക്കറേഷൻ്റെ കഴിവൊന്നും എനിക്കില്ല. പക്ഷെ ഉള്ള കഴിവ് വെച്ചിട്ട് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുറിയിലത്തെ പെരുന്നാക്കില്ല എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കവേ. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടുന്നത്, നിങ്ങൾ കുറേ നോക്കിയിട്ട് ബുദ്ധിമുട്ടാണ്ട് ആ ടൈമില്ലല്ലോ, ഇപ്പോൾ പണി തന്നെയല്ല എല്ലാവർക്കും. പെരുന്നാളിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ട് നമുക്ക് തന്നെ പുര ക്ലീനാക്കലും അതും ഇതും അങ്ങനെയും മുറ്റം ക്ലീനാക്കലും അങ്ങനത്തെ എല്ലാ പണിയായിട്ട് എല്ലാവരും തിരക്കിൽ തന്നെ, ഞാനും അതിനാടി തിരക്കിലാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചെറിയൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി.
അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണവേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോ. എന്ത് ഡൗട്ടും ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ ക്ലിയർ ആക്കി തരാം. എന്ത് അപ്പോൾ അതാ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അങ്ങനെ നല്ല അടിപൊളി പുഡിങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള ഒരു ചെറിയ കുഞ്ഞു വീഡിയോ, റെസിപ്പി മാത്രമായിട്ടുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലേക്ക് ഇടാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.